നമസ്കാരം, ഞാൻ ഷിബു മുപ്പത്രാം. നിങ്ങൾക്ക് കുറച്ചുപേർക്കിനെ അറിയാൻ പറ്റും. അത്യാവശ്യം സിനിമയും സീരിയലൊക്കെ ഇട്ട് മുന്നോട്ട് വന്ന ആളാണ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കാര്യമുണ്ട്. സന്തോഷമാണ് ഞങ്ങൾ. കാരണം ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അത് തെറ്റില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സന്തോഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പ്രൊഡ്യൂസറുണ്ട്, കൺട്രോളറുണ്ട്, നായകനുണ്ട്, നായികയുണ്ട്. അത് നല്ലൊരു വേഷം അമ്മ ക്യാരക്ടർ ചെയ്ത ആളുണ്ട്. അപ്പോൾ ഇതാണ് നായകൻ ബാലൻ, PNM. ഭയങ്കരണ്ടാ. അതുപോലെ തന്നെ നമ്മൾ നായിക ഒരു പാവം പിടിച്ച നായികയാണ്, ശിശിരി എന്ന പേര്. കലാമണ്ഡലം ശിശിരിയാണ്, ഡാൻസറാണ് ആൾ. ഷൈനി നിരവധി സിനിമകളെല്ലാം സീരിയലെല്ലാം സാന്നിധ്യമാണ്. ഇപ്പം എത്ര സിനിമ ചെയ്യുന്നത് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിലൊക്കെ ഏറ്റവും എനിക്ക് വേണ്ടപ്പെട്ട, എല്ലാവരും വേണ്ടപ്പെട്ടതാണ്, എന്നിരുന്നാൽ പോലും എൻ്റെ ചങ്കായി മാറി നിൽക്കുന്ന ഞാനായിരിക്കും ഷൈജനും ഒപ്പം വത്സരാജ്. ഈ വത്സരാജിലൂടെയാണ് ഇതെല്ലാം ഉണ്ടായത്. വത്സരാജൻ, ഷൈജൻ, നീ എനിക്ക് വേണ്ടപ്പെടുന്നത് തന്നെയാണ്. മെയിൻ ഞാനാണ്, ശരിക്കും കാര്യപ്പെട്ടത് ഞാനാണ്. ശരിക്കും അവർക്കൊരു വിഷമം ഉണ്ടായിരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിന് മടിച്ചിട്ട് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. വിഷമമല്ല, കാരണം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷാട്ടയം, വിഷ്ണു, അലൻസ് പെരേര, ആറാട്ടണ്ണൻ, ഇവരൊക്കെ നമുക്കറിയാവുന്ന ആളുകളാണ്. എന്നിരുന്നാൽ പോലും അവരെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഈ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന കാണുമ്പോൾ വലിയൊരു വിഷമമുണ്ട്. കാരണം അതൊരു ഉള്ളിൽ നീറ്റലാണ് അവരാ കാണിച്ചു കൂട്ടുന്നതെല്ലാം. കാരണം സിനിമയിൽ അഭിനയിക്കണമെന്ന് മോഹവുമായി നടന്ന് എത്താണ്ട് വന്നപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ എനിക്കൊരു ആശയം കിട്ടി, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അവരെ ഒരു കഥയാണത്. സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആളുകൾ അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ചിന്തിക്കുന്നില്ല. കാരണം അവർ പുറത്തിറങ്ങി മറ്റുള്ള സ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോരോ റീൽസൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ മക്കൾ, അമ്മ, വീട്ടിൽ വേണ്ടപ്പെട്ടവരെല്ലാം അതെന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കഥ തിരഞ്ഞെടുത്തത്. ഹലോ ഗൈസ്. പിള്ളേരത് അതിനെക്കുറിച്ച് വിശേഷമെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ പറയും, അഭിനയിച്ച ആളുകൾ എക്സ്പീരിയൻസൊക്കെ അവർ കാര്യങ്ങൾ പറയും. ബാല, അനുഭവങ്ങൾ പറഞ്ഞോളൂ. അനുഭവങ്ങൾ നല്ല ഒരു അനുഭവമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ പറയണ്ട്, ചുണ്ടങ്ങ പെണ്ണേ നീ വെള്ളാരം കല്ലും മെഞ്ഞാവൾ പഴം വെച്ച കണ്ണല്ലേ. ശിവേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഓക്കെ വരികയാണ്. കുഴപ്പമൊന്നുമില്ല. ഭാര്യയും മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തു എന്നുള്ളതും നല്ലൊരു മെസ്സേജാണ്. ഞാൻ ഹാപ്പിയാണ്. കാര്യം ഇങ്ങനെ ഒരു ഇത് ഞാൻ ഇതിന് മുമ്പ് 1-2 ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും എൻ്റെ മനസ്സിന് തട്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. ശിവണ്ണ ഒരുപാട് ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു ഒരുപാട്. എന്നാലും അതൊക്കെ വഴക്ക് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതാവാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാലും കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. കഴിവുണ്ട് പരമാവധി ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഹാപ്പിയാണ്. ഇല്ല, ഒരിക്കലുമില്ല. കാര്യം എൻ്റെ ഭാര്യയുടെ കാര്യം ഷിബേട്ടനറിയാം. ഭാര്യ സപ്പോർട്ടാണ്. കാര്യം ഭാര്യയ്ക്ക് അറിയാം എന്നെ. ഞാൻ 3 മക്കളാണ്. അവർ ഭാര്യയായിട്ടുള്ളൊരു ജീവിതം ഈ ചിരിച്ച് കളിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ വീട്ടിലും. നമ്മൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ പോലെ വീട്ടിൽ കയറി ചെല്ലും പാട്ട് പാടിയും അവരെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു വികൃതി കാണിക്കില്ല എന്ന് അവർക്കറിയാം. അഭിനയിച്ചതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നുള്ളവരാ. അപ്പൊ അവരൊപ്പം കൂടെ അഭിനയിച്ചാല് ഒരു നെഗറ്റീവ് നെയിം വരും. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. കാര്യം അങ്ങനെയുള്ളൊരു കാര്യമല്ല ഞങ്ങൾ ചെയ്യണത്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളതിനു വേണ്ടി അങ്ങനെ ഒരു ഇതല്ലല്ലോ ഞങ്ങൾ ചെയ്യണത്. ഞങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ് എന്നുള്ളൊരു ഇതെൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല, ഒരിക്കലും ഇല്ല. ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഈ ആദ്യം ഇത് ഇറങ്ങട്ടെ, ഇറങ്ങിയതിന് ശേഷം
നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പം ഇതൊരു മെസ്സേജാണെന്നുള്ളത് ഞാൻ ആദ്യം ഇതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളിത് ഇറങ്ങിയിട്ട് കാണ്, എല്ലാവരും ഒന്ന് കാണ്, എന്നതിന് ശേഷം നിങ്ങൾ പറയേ. അപ്പം ഞാനുള്ള മറുപടി തരാറോ ചോദിച്ചിട്ടില്ല. ആ ആൾ വിട്ട മെസ്സേജ് ഞാൻ ശുഭേട്ടനെ വിട്ടു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആൾ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയ മെസ്സേജ് അതായിരുന്നു. അത് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആളാണത്. ഈ ബാലൻ്റെ ഈ ഒരു ക്യാരക്ടർ ഞാൻ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ബാലൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു. ബാലൻ്റെ ഭാര്യ സ്ത്രീ എങ്ങനെയുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യക്കാരിയാണോ എന്നൊക്കെ ഒരു അറിയാൻ വേണ്ടി ഞാൻ ബാലനെ എപ്പോഴും ചോദിക്കുന്നു, ബാല എങ്ങനെയാണ് വീട്ടിൽ? ഇല്ല കുഴപ്പമില്ലാട്ടാ, മറിച്ചാണ് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കണത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ കുഴപ്പക്കാരിയല്ല. കാരണം ബാലൻ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ഇതുപോലത്തെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൂടെ അഭിനയിപ്പിക്കുമ്പോൾ അത് വീട്ടിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഉണ്ടായതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ആളുടെ വീട് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെന്തെങ്കിലും ഇങ്ങനെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞ് അത് ഡൈവോഴ്സ് വരെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില ആളുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ബാലൻ്റെ വീട്ടിലെ വൈഫ് മക്കളും വലിയ പ്രശ്നക്കാരല്ല, എല്ലാം കമ്പനിക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആ ബാല നീ തന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ ക്യാരക്ടറിന് 50 പൈസ കുറവുള്ള ആളാണ് നമുക്ക് വേണ്ടത്. അത് ബാലൻ കറക്റ്റ്. അത് 50 പൈസ അല്ല, 1 രൂപ കുറവുണ്ടാക്കി. ഈ ഷോട്ട് എടുക്കുന്ന സമയത്ത് എൻ്റെ ചെറിയ മക്കൾ 2 ആൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോട്ട് എടുത്ത് പുള്ളി ബാക്കിൽ നിന്ന് പൊക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ആ ഫസ്റ്റ് പൊക്കലോ ഉപയോഗം കുട്ടിയെ ഓടിക്കോന്ന് പറഞ്ഞു. മക്കളെ പറഞ്ഞുകൊണ്ടേക്കാം, വേറെ മക്കളിൽ നിന്ന് കണ്ട് കുഴപ്പമുണ്ടാക്കണം. പറഞ്ഞു, അച്ഛാ ഞാൻ ഹൂബർ വിളിച്ച് പോട്ടേന്ന് ചോദിച്ചു. ശരി ഹൂബർ വിളിച്ച് പൊക്കോന്ന് പറഞ്ഞു. അല്ല അത് കാണാൻ പറ്റാത്തതുകൊണ്ടോ അങ്ങനത്തെ വേറെ ഒരു ഇതുണ്ടായതുകൊണ്ടല്ല, ബാലൻസ് ചെയ്ത് പറഞ്ഞാണ് പുള്ളി ശരിക്കും. അല്ല ബാലൻസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീൻ അഭിനയിക്കുമ്പോൾ, കാരണം ആ പെൺകുട്ടി ഇത്തിരി ബൾഗാട്ട് സീനാണല്ലോ, അത് അഭിനയിക്കുമ്പോൾ ബാലൻ മക്കളെ കൊണ്ടുണ്ടായെന്നുള്ളതാണ് അത് കാണാനായിട്ട്. ഞാൻ വൈഫിനെ വിളിച്ചായിരുന്നു. വൈഫ് വന്നില്ല, അതിന് ശക്തി അവള് കരുതിക്കില്ലാത്തതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ എന്തായാലും പിള്ളേർ വന്നു, പിള്ളേർ സപ്പോർട്ട് ചെയ്തു. എല്ലാം ചിരിയും കളിയൊക്കെ ആയിട്ട് ആ ഒരു സീൻ അവരത് എൻജോയ് എടുത്ത് ഡബ് ചെയ്തപ്പോഴൊക്കെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇത് കാണുമ്പോൾ അവർ ചിരിയോട് ചിരിയായിരുന്നു. അച്ഛൻ്റെ കോമണത്തിന് കാണുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. എന്തായാലും ബാലനത് ശിവേട്ടൻ അത് മാത്രം നോക്കി. ഞാൻ ശിവേട്ടൻ അങ്ങനെ നോക്കണ്ടേ. അപ്പോൾ ശിവേട്ടൻ വൈഫിനെ നോക്കി. വൈഫ് തിയേറ്റർ കണ്ട വൈഫ് ഭയങ്കര ചിരിയായിരുന്നു. ഭയങ്കര ചിരിയാണ്. അല്ലാതെ തല താത്തിരിക്കൊന്നല്ല, ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഇളകണത് കണ്ടിട്ട് ശിവേട്ടൻ പറയാ, അതാ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരത്തി ഞാൻ ചോദിച്ചു, എന്താ മോനെ ചിരിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എന്നെ ചോദിച്ചാട്ടാ ബാലൻ ചേട്ടനും വീട്ടിലൊന്നും ഇങ്ങനെ ചേരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ബാല നീ അങ്ങനെ ചെയ്യണം, നീ വീട്ടിൽ ഇത് വരക്ക് ചെയ്യണം, ഇത് സിനിമയിലും മാത്രം കാണരുത്. പൊക്കാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചെറുതിന് മുതൽ ഭാര്യ തന്നെ വരെ പൊക്കിയതാ. അപ്പോൾ അങ്ങനെ അത് എന്തായാലും ആ സീൻ അടിപൊളി ബാലൻസ് ചെയ്ത് ഞാൻ വിചാരിച്ചെങ്കിൽ അപ്പുറത്തേക്ക് ചെയ്ത്. മറ്റേ പെൺകുട്ടി ഇടുക്കി ആ പെങ്കുച്ചും നിഷ ഇടുക്കി അത് ചോദിച്ചോട്ടെ, നിഷാണ് ചോദിച്ചു. നിഷ അതിങ്ങനെ ഇല്ല ചോദിച്ചേട്ടാ, ഞാൻ എന്താണ് പേടാ അങ്ങനെ എന്താ പറഞ്ഞേ, അപ്പം പൈസ കൊണ്ട് വന്നെങ്ങനെ, എനിക്ക് പൈസ കൊണ്ട് വന്നെങ്ങനെ, അതിൻ്റെ നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പൊക്കെ കറക്കി എടുത്ത് പൊക്കെ എന്തുകൊണ്ട് എനിക്ക് വിഷയമില്ല, എനിക്ക് പൈസ കിട്ടണില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് അവരൊക്കെ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗുണം. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. നമ്മൾ പൈസ മേടിച്ച് ഒരു സീൻ അഭിനയിക്കാൻ വരുമ്പോൾ അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതല്ല അതിൻ്റെ ശരി. നമ്മളൊരു പേരാണ് ഒരു പൈസ കൊടുത്ത് അഭിനയിക്കും, നമുക്ക് അതെന്താണെന്ന് അവരൊന്ന് കിട്ടുമെന്നുള്ള അത് കിട്ടണം. എന്തിനാ നിഷ ഇടിക്ക് അത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് അത് എന്തിനായിക്കോട്ടെ ബാലനും അത് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം ടീച്ചറിന് സത്യം പറഞ്ഞു.